ഓക്കെ നമ്മൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ക്യാൻവയിൽ തംബ്നെയിൽസ് ഉണ്ടാക്കാമെന്നാണ്. ഓക്കെ, നമ്മളെ യൂട്യൂബിന് വേണ്ടിയും വേറെ പ്ലാറ്റ്ഫോമിന് വേണ്ടി നമുക്ക് തംബ്നെയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ക്യാൻവ നമ്മളെ ക്യാൻവാസ് സൈറ്റ് എടുക്കണം. ഓക്കെ, ഫസ്റ്റത്തെ സൈറ്റ് എടുക്കണം. വേറെ സൈറ്റ് ചിലപ്പം ഫേക്ക് സൈറ്റ് അയക്കാം. അവിടെ പോയിട്ട് സ്കാമും വൈറസും കയറ്റിക്കൊണ്ട് വരല്ലോ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇച്ചിരി ഇതൊക്കെ നറൂട്ടോ ഞാൻ ഇപ്പം ഇതുവരെ ചെയ്തതിൽ ഇത്രയും ഉണ്ട്. ഞാൻ ഒരു പാർട്ടീൻ്റെ എങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ ഇട്ടില്ല. ആ വീഡിയോ എടുത്തപ്പോഴത്തേക്കും അത് ഞാൻ മറന്നുപോയി. എൻ്റെ മൈക്ക് ഓഫായിരുന്നു. എങ്ങനെ ഇരിക്കണം. ഓക്കെ, അത് കാരണം ഞാനത് ഇട്ടില്ല. പിന്നെ വോയിസ് ഓവർ ചെയ്തിട്ടാലും അത് അതിൻ്റെ സുഖം കിട്ടത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. മൈക്ക് ശരിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് ചിലപ്പോൾ മൈക്ക് ശരിയല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്ത് തന്നെ ഇടും. ഓക്കെ, ക്രിയേറ്റ് എ ഡിസൈൻ, ഇതൊക്കെ പ്രോകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് തമ്പിലേന്ന് ഇതാണ്, ഈ റേഷ്യോ ആണ് നിങ്ങൾക്ക് എടുക്കണ്ട. ഞാനത് കാണിച്ചു തന്നേ ഉള്ളൂ. തമ്മിൽ ഈ റേഷ്യോ ആണ് നമുക്ക് എടുക്കണ്ട. നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതാ കണ്ട, ഇവിടെ കുറേ ഇത് കണ്ട ഇവിടെ ഷോക്കിംഗ് മൊമെൻറ്റ്സ്, പാസീവ് ഇൻകം ഐഡിയാസ്, നമുക്ക് ഇൻകം ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഐഡിയാസ്, പിന്നെ ബെസ്റ്റ് മൊബൈൽ ഗെയിംസ്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഞാൻ മൊബൈൽ ഗെയിംസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എൻ്റെ ഗെയിമിംഗ് ചാനലിന് വേണ്ടി ഞാൻ ഇതെടുത്ത് ഇവിടെ ഇട്ടിട്ട്. ഓക്കെ, ഞാൻ ഇട്ടിട്ടുണ്ട്. ബെസ്റ്റ് മൊബൈൽ ഗെയിംസ്. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ മാറ്റാം. വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റാം, അതിന് കുഴപ്പമില്ല. ഓക്കെ, ഇത് ആൻഡ്രോയിഡിൻ്റെ സ്പെല്ലിങ് തെറ്റാണ് ഗൈസ്. അപ്പോൾ ആ സ്പെല്ലിങ് ഒന്ന് കറക്റ്റായി കൊടുക്കട്ടെ. ഇവന്മാരൊക്കെ അറിഞ്ഞുകൂടെന്ന് വെച്ചാൽ. ഓക്കെ, ഇനിയുള്ള വേറെ സംഭവം കൂടെ നമുക്ക് വേണമെങ്കിൽ ഇടാം. എലമെൻറ്റ്സ് എടുത്തിട്ട് യൂട്യൂബിൻ്റെ എലമെൻറ്റ്സും കൂടെ എടുത്തിടാം. ഇത്ര എടുത്തങ്ങ് ഇടണ്ട, ചെറുതായിട്ട് ഇവിടെ അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇപ്പം സെറ്റായില്ലേ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു ഇതിടാൻ പറ്റും. നമുക്ക് വാവുവിൻ്റെ ചിഹ്നം ഉണ്ട്, ഇമോജി ഇടാം. വാവുവിൻ്റെ ഇമോജി ഉണ്ട്, പക്ഷെ അത് ഈ വാവ് വേണ്ട. വാവ്. ഓക്കെ, ഒരു വാവ് ആക്കണം, ഒരു വാവ് വേണം. ഓക്കെ, നമുക്ക് വാവ് നോക്കാം. വാവ്. പക്ഷെ ഇതൊക്കെ നമ്മൾ വീഡിയോ ഉള്ള ഇതൊന്നും ഇടല്ലേ. പക്ഷെ നമ്മൾ തമ്പിലിന് തന്നെ ഇങ്ങനെ ഇട്ടുകൂടാ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വാവ് എടുക്കാൻ പോവുകയാണ്. നമുക്ക് ഏത് വാവ് എടുക്കാം? ഈ വാവും ഓക്കെ, നൈസാണ്. നൈസ്. ഈ വാവ് നൈസ്. നമുക്ക് ഈ വാവ് എടുത്തിട്ട് ഇങ്ങനെ ഇടാം. നമുക്കിതാ ഇങ്ങനെ ഇടാം. ഓക്കെ, ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, വാവൊന്നും ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയല്ല വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ലതും ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള. ഇപ്പം ഞാൻ ഓ മൈ ഗോഡ് ഇടണം. ഓക്കെ, ഓ മൈ ഗോഡ് അത് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ഇടാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓ മൈ ഗോഡ് എവിടെയാണെങ്കിൽ അങ്ങനെ ഇടാം. ഓക്കെ, അങ്ങനത്തെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള പോലെ ഇടാം. പിന്നെ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ലോഗോ ക്രിയേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇതല്ല ടോപ്പ് 5 എന്ന് ഇട്ടിട്ടുണ്ട്. ടോപ്പ് 5 മൊബൈൽ ഗെയിംസ്. നമുക്ക് ഇത് PC ആക്കാം. PC ഗെയിംസ് കണ്ട. ഓക്കെ, ടോപ്പ് 5 PC ഗെയിംസ് കണ്ട. നിങ്ങൾക്ക് ആണെങ്കിൽ ഇങ്ങനെ ആക്കാം, അത് നിങ്ങളെ ഇഷ്ടമാണ്. ഇപ്പം ഇത് നോക്കിയിട്ട് വിൻഡോസ് ഓക്കെ, വിൻഡോസ് എടുത്തിട്ട് അലൈൻ ചെയ്ത് വയ്ക്കുക.
ഓക്കെ, അപ്പോൾ ദാ ഇങ്ങനെ നിങ്ങൾക്കൊരു തമിഴ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. അത് ഫസ്റ്റത്തെ വരി നമുക്ക് മറ്റേ രീതിയിലോ. ഓക്കെ, ആ രീതിയാണ്. ഇത്രയും സാധനങ്ങളുണ്ട്. നമുക്ക് ഫസ്റ്റ് നമ്മൾ തമ്പിലിനുണ്ടാക്കാം. നമുക്കൊരു സംഭവം വേണം. ഇപ്പം നമ്മളിപ്പോൾ ഒരു സംഭവം നടന്നെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വേണം. നിങ്ങൾ വീഡിയോ ആണ് എടുത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് വേണം. അപ്പം ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. ഞാനീ എത്ര വീഡിയോ അല്ല, a photo of GTA 5. ഓക്കെ, GTA 5ൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുത്തിടാം, ഇതേപോലെ എടുത്തിടാം. എനിക്കാണെങ്കിൽ ഇതേപോലെ നമുക്ക് എടുത്തിടാം. ഇതിൽ കുറേ ഫോട്ടോസ് ഉണ്ട്, അതേപോലെ നമുക്ക് എടുത്തിടാം. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഓക്കെ, അത് നിങ്ങളെ ഇഷ്ടമാണ്. ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെ ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ചുമ്മാ എടുത്തിട്ട് ഡൗൺലോഡ് കൊടുത്തിട്ട് ഡൗൺലോഡ് എടുത്തോട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ഡൗൺലോഡ് കൊടുത്തിട്ട് ഇനി അടുത്തത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അപ്ലോഡ് കൊടുത്തിട്ട് ഫയൽസിൽ കൊടുത്തിട്ട് നമുക്ക് ഇതെടുത്തിട്ട് നമുക്ക് ചെയ്യാം. സോറി. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പം ഞാൻ ഇപ്പം ഇത് റോ അല്ലാത്തതാണ്. എന്നുവെച്ചാൽ റോ അല്ല, ചെയ്തൊരു ടെംപ്ലേറ്റ് നമ്മൾ ഇത് ചെയ്തതാണ്. ഇതൊക്കെ മാറ്റി കൊടുത്തതാണ്. നമുക്ക് നമ്മൾ ന്യൂ ഇത് നോക്കാം. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം നോക്കാം. അപ്പം അങ്ങനെയാണ് നിങ്ങൾ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് കൊടുക്കണം. നമ്മൾ തമ്പിലിൻ്റെ റേഷ്യോ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ എലമെൻറ്റ്സ് അല്ല, നമുക്ക് അപ്ലോഡ്സിൽ പോയിട്ട് നമ്മളെ ലോഗോ എടുത്തിട്ട് ഇട്ടിട്ട് ഇത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് എന്നിട്ട് ഇല്ലേ GTA 5 ഒരു ക്യാരക്ടറിൻ്റെ പേര് പറയാൻ ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയണ ഒരു ക്യാരക്ടറിൻ്റെ പേരായിരിക്കും ഞാൻ ഇനി അടിക്കാൻ പോകണം. ഓക്കെ, GTA 5ൻ്റെ ഇത് പക്ഷേ നിങ്ങൾ എഴുതുമ്പോൾ ഇത് GTA 5 എന്നൊക്കെ എഴുതിയേക്കുന്നത് പകുതിയിലാവല്ലോ. അങ്ങനെയാണെങ്കിൽ അതൊരു ബോറായിരിക്കും നിങ്ങൾ തമ്മിൽ. ഓക്കെ, പകുതി ആയിക്കൂടാ. ഓക്കെ, ഇങ്ങനെ പകുതി ആക്കിക്കൂടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ഇത്രയൊക്കെ ആക്കാം. നിങ്ങൾക്ക് കുറേ ഇതെടുത്ത് നല്ലോണം അലൈൻ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ കണ്ട, ഇപ്പോൾ സെറ്റായി. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇതൊക്കെ എഴുതിയേക്കണേക്കാം. ഓക്കെ, ഇന്നത്തെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾ നല്ലൊരു ഫോണ്ട് നോക്കണം. നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്യണം. അപ്പം നിങ്ങൾ ഏറ്റവും നല്ല ഫോണ്ട് ഞാൻ തൊണ്ടാൻ നോക്കട്ട്. അതിൻ്റെ പേര് എലഗൻ്റ് എന്നാണ്. ഓക്കെ, എലഗൻ്റ്. ഓക്കെ, ആ ഫോണ്ട് ഞാൻ തൊണ്ടാൻ നോക്കട്ടെ ഗൈസ്. ഞാൻ വേറെ മിക്കതിനും ഉപയോഗിക്കുന്ന ആ ഫോണ്ടാണ് എലഗൻ്റ് ഫോണ്ട്. ആ ഫോണ്ട് ഗൈസ് ഇതിനകത്ത് കാണിക്കുന്നില്ല. എനിക്കൊന്ന് അതിൻ്റെ പേര് വേറെതായിരിക്കും ഗൈസ്. അപ്പം അതിൻ്റെ പേര് വേറെതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കുഴപ്പമില്ല. നമുക്ക് നോർമൽ ഫോണ്ട് തന്നെ മതി. എലഗൻ്റ് നോർമലൊക്കെ ഏകദേശം ഒന്ന് തന്നെ. പിന്നെ നമ്മൾ സബ് ഹെഡിങ്. അപ്പം ഹെഡിങ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഇടുക, നമ്മൾ ഐറ്റം ഇടുക. നമ്മൾ എന്തിനാണ് സംഭവിച്ചതെന്ന് നമ്മൾ അടിച്ചിടുക. അപ്പം ഞാൻ ഇടയാണ് ഫ്രാങ്ക്ലിൻ എന്നില്ലേ, I become a എന്തിടാം, I become a
ഐ ബിക്കം എ പോലീസ്. ജസ്റ്റ് ഒന്ന് ഞാൻ ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് അപ്പം നമുക്ക് അറിയാൻ പറ്റും. ഐ ബിക്കം എ പോലീസ് ഓഫീസർ. എനിക്ക് സ്ക്രീൻഷോട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എടുത്താലും മതി. ഓക്കെ, ഐ ബിക്കം എ പോലീസ് ഓഫീസർ. അപ്പം നിങ്ങളെ തമ്പിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റണം, എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റണം. പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഇതിലാണ് ഇടുക. ഇതിനേക്കാളും നല്ലത് കറുപ്പാണ്. ഇത് നമ്മൾ പെട്ടെന്ന് നോക്കും, പെട്ടെന്ന് വായിക്കാൻ പാടാണ്. അപ്പം നമ്മൾ കറുപ്പൊക്കെ ഒന്ന് ഇട്ട് നോക്കണം. എല്ലാം നമ്മൾ ഇട്ട് നോക്കിയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന നോക്കിയെടുക്കണം. നമുക്ക് നല്ലോണം നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ പക്ഷേ ഇത് ചെറുതായി പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ എടുത്തിട്ട് നമുക്ക് സൈസ് നമുക്ക് കൂട്ടി കൊടുക്കാം. കറക്കി വെക്കാതെ സൈസ് പതുക്കെ കൂട്ടിക്കൊടുക്കാം. ഇത്രയൊന്നും കൂട്ടണ്ട, ഇത്രയും കൂട്ടിയാൽ മതി. ഇത്രയും കൂട്ടിയിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമുക്ക് നിങ്ങൾ വേറെ സംഭവം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരിക്കലും തമ്പിലേനി നിങ്ങൾ കള്ളത്തരം അടിച്ചു വിടല്ലോ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പം ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് തമ്പിലേൻ വേണമെങ്കിൽ യൂട്യൂബ് അങ്ങനത്തെ ഒരു ഫ്യൂച്ചറുണ്ട്. ഈ തമ്പിലേൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതെന്ന് വെച്ചാൽ ഒന്നും കൂടി ഈ തമ്പിലേൻ അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾ ആ തമ്പിലേൻ എടുത്തിട്ട് എനിക്കിപ്പം ആ വീഡിയോയിൽ 1K+ വ്യൂസ് കിട്ടുമെന്ന് വിചാരിച്ചോ. അപ്പം നമ്മൾ ഇവിടെ എടുത്തിട്ട് 1K+ വ്യൂസ്, 1K പ്ലസ് വ്യൂസ്. ഓക്കെ, അയ്യോ ഇതിൻ്റെ ഈ വ്യൂ ആണ് ഏതാണെന്ന് എനിക്കൊരു W ആണെന്ന് തോന്നുന്നു. 1K+ വ്യൂവേഴ്സ്. ഓക്കെ, 1K+ വ്യൂവേഴ്സ് നടിക്കണം. ഓക്കെ, ഇത് നല്ല ഇതിനകത്ത് എഴുതണം. ഐ ബിക്കം എ പോലീസ് ഓഫീസർ. ഇതിങ്ങനെ ഇട്ടും കാര്യമില്ല. ഇനി നമുക്ക് വേറെ സംഭവങ്ങളാണ്. നിങ്ങളെ മലയാളിയാണെങ്കിൽ അത് ഇടണം. നിങ്ങൾ ലാംഗ്വേജ് ഇടണം. ലാംഗ്വേജ് ഇട്ടാൽ കൂടുതൽ ആളുകൾ പെട്ടെന്ന് കയറി വരും. അപ്പം നിങ്ങൾക്ക് ആ ലാംഗ്വേജ് ഇവിടെ നിങ്ങൾക്ക് മലയാളം കീബോർഡ് എടുത്തിട്ട് നമുക്ക് വിൻഡോസിൽ മലയാളം ടൈപ്പിംഗ് കീബോർഡ് എടുക്കാൻ പറ്റും. Ctrl+ സ്പേസ് ഒക്കെ ഇട്ട് Ctrl+ സ്പേസ് ഓക്കെ, വിൻഡോസ് സ്പേസ് ഒക്കെ ഇട്ട് നമുക്ക് മലയാളം കീബോർഡ് എടുക്കാം. പക്ഷേ എന്നെപ്പോലെ മലയാളം ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ ഇതേപോലെ ആവും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞു തരാം. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ ബ്രോ. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ക്രോമിൽ പോയി നമ്മളെ ഇത് കൊടുക്കും. ഒന്നെങ്കിൽ നമുക്ക് മംഗ്ലീഷ് കീബോർഡ് ടൈപ്പിൽ അതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സംഭവം കൂടെ ചെയ്യാൻ പറ്റും. നമുക്കിതാ ഗൂഗിൾ ഗൂഗിൾ മോർണിംഗ് ഫോട്ടോ എന്നല്ല, ഗൂഗിൾ മോർണിംഗ് അല്ല, ഗുഡ് മോർണിംഗ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് അടിക്കണം. 2 വേ ഞാൻ കാണിച്ചാലോ. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഇവിടെ ഇത് മാറ്റി കൊടുക്കണം. ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ്. എന്നിട്ട് ഇത് ഇവിടെ ആക്കിയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ അടിച്ചില്ലേ, നമുക്ക് മലയാളം ഇംഗ്ലീഷ് അടിക്കാൻ അറിയണം കേട്ടോ. അതൊന്നും അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ നിങ്ങൾ പോയി പഠിച്ചിട്ട് വന്നിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ നോക്കുക. ഓക്കെ, മലയാളം അടിച്ച് കണ്ട, മലയാളം വന്നിട്ടുണ്ട്. ഇത് കോപ്പി എടുക്കുക. ജസ്റ്റ് ഈ കോപ്പീൻ്റെ ബട്ടണിൽ ഞെക്കി എൻ്റെ കേഴ്സർ വെച്ച് ഞാൻ കറങ്ങുന്നില്ലേ, ഈ സാധനത്ത് കോപ്പി എടുത്ത് ജസ്റ്റ് ഇവിടെ ആക്കിയിട്ട് ഇവിടെ ആക്കിയിട്ട് നമുക്കിത് ഫുള്ള് മായ്ച്ചിട്ട് കളഞ്ഞിട്ട് ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്താൽ മതി. കുറച്ച് ഇതൊക്കെ ഇട്ടോ, കുറച്ച് സ്പേസ് ഇടണം. ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, എന്നിട്ട് നമ്മളെ സാധനം പേസ്റ്റ് അങ്ങ് ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പം കാര്യം ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ മലയാളം ഇവർക്ക് അറിയാൻ വേണ്ടി ഇച്ചിരി കൂടെ വലുതായിട്ട് ഇടണം, അല്ലെങ്കിൽ കാര്യമില്ല.
നല്ല വലുതായിട്ട് ഇടണം. മലയാളം എന്ന് അറിയണമെങ്കിൽ നല്ല വലുതായിട്ട് ഇടണം. കണ്ട? ഓക്കെ, കണ്ട? ഓക്കെ, ഇതേപോലെയാണ് നിങ്ങൾക്ക് നമ്മളെ തംബ്നെയിൽസ് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ ഇട്ട് നിങ്ങൾക്ക് സെറ്റാകാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണതാണ് ഇച്ചിരി കൂടെ നല്ലത്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെ ക്രിയേറ്റിവിറ്റി കൂടും. ഓക്കെ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ എടുത്ത് ജസ്റ്റൊക്കെ എടുത്ത് ഇടണം. നിങ്ങൾക്കൊന്നും ചിലപ്പം നിങ്ങൾക്ക് ഒന്നിനെ കുറിച്ച് അറിഞ്ഞുകൂടും. നിങ്ങൾ ജസ്റ്റൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ പോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ വീഡിയോയ്ക്ക് വേണ്ട സംഭവം. ഇപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് സന്തോഷമാണ് വന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ സന്തോഷത്തിൻ്റെ ഇമോജി എടുത്തിടണം. നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ഇമോജി കിട്ടിയില്ലെങ്കിൽ ചെയ്യാൻ വഴിയുണ്ട്. സ്മൈലി ഇമോജി ഓക്കെ, ഇമോജിയാണ്. ഓക്കെ, ഇത് പതുക്കെ സ്മൈലി ഇമോജിന്ന് എടുത്തിട്ട് ഓക്കെ, ഇവിടെ ഒന്ന് കോപ്പി എടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയണ ട്രിക്ക് ഉപയോഗിച്ചില്ല. എനിക്ക് മറ്റേ ഈ കീബോർഡ് ഇട്ടിട്ട് അതിനകത്ത് സ്മൈലിന്ന് അടിക്കുമ്പോൾ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇമോജി കീബോർഡ് ഇട്ട് സ്മൈലി അടിച്ചെടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റിൻ്റെ സെക്ഷനിൽ പോയിട്ട് നമ്മുടെ ഇതെടുത്തിട്ട് ടെക്സ്റ്റ് മാറ്റിയിട്ട് ഇച്ചിരി നീളം കൂട്ടിയിട്ട് ഇച്ചിരി സ്പേസ് ഇട്ട് കുറേ നേരം ഞെക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ, ഈ കറണ്ട് പോയി ചിലപ്പോൾ ഇച്ചിരി സമയം ഇനി വീഡിയോ കാണും. ഓക്കെ, അല്ല കറണ്ട് പോയാലും നെറ്റ് പോകത്തില്ല, അത് വേറെ കേസ്. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് പോകത്തില്ല. നെറ്റ് പോയാ? അത് വേറെ നെറ്റ്. ഓക്കെ, ഞാൻ നെറ്റ് കണക്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സബ് ഹെഡ് ലൈനിൻ്റെ അവിടെ നമ്മൾ ഇമോജി കീബോർഡ് എടുത്ത് വേണ്ട ഈ സ്പേസ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇട്ടില്ലേ? ഇനി നിങ്ങൾ ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ വലുതാക്കി. ഓക്കെ, കറണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. വലുതാക്കി ഇങ്ങനെ വെക്കണം. മിക്കവരും വെക്കണം ചരിച്ചാണ്. അപ്പം നിങ്ങൾക്ക് ചരിച്ച് വെക്കാം. ലുക്ക് നമ്മൾ ഇച്ചിരി കൂടി ഇത് വേണം. എന്താ ചരിച്ച് ഇങ്ങനെ കുറേ ഇമോജിയൊക്കെ വെച്ച് ഇങ്ങനെ നിങ്ങൾക്ക് സീനാക്കാം. നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് വിഷം വരണ ആരുവാണെങ്കിൽ നിങ്ങൾക്ക് വിഷമത്തിൻ്റെ ഇമോജി ഇടാം. ഇങ്ങനെ ഇമോജി ഇട്ടിട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ്. ഞാൻ ഓൾറെഡി തമ്പിലിന് ഇങ്ങനെ മൊബൈലിൽ ഉണ്ടാക്കാൻ ഇട്ടിട്ടുണ്ടായത്. ഇതേപോലെ നമുക്ക് മൊബൈലിലും ക്യാൻവയിലും ചെയ്യാം. ഓക്കെ, മൊബൈലിലും ക്യാൻവയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിസ്കാർട്ട് എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ രണ്ടാമതൊരു പറഞ്ഞു തരാൻ പോകുന്ന ഇത് ബോണസ് ആപ്പാണ്. ഓക്കെ, അതിൻ്റെ പേരാണ് ഫോട്ടോപി എന്നാണ് പേര്. ഓക്കെ, ഫോട്ടോ പയർന്നല്ലോ ആയിരിക്കും അതിൻ്റെ പേര്. അതിൽ മീനിങ് എന്തിനാന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പം നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഫോട്ടോപി അങ്ങനെ തന്നെ ഒരു ഫോട്ടോപി എന്ന് തന്നെ പറയണം. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ പോയിട്ട് ഫോട്ടോപി എന്ന് അടിച്ചോ. കാരണം എനിക്ക് വല്ല സ്ട്രൈക്ക് വല്ലതും കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ജസ്റ്റ് കാണിച്ചിടാം. ഇതെടുത്തിട്ട് ഈ കണ്ട ഇവിടെ ഇൻസ്റ്റാൾ ഫോട്ടോപി ടു യുവർ ഡിവൈസ്. ഇതെടുത്ത് ഇവിടേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ട്രിക്ക് വല്ലതും ഇവർ പറഞ്ഞു തരും. ഞാൻ ജസ്റ്റ് എനിക്ക് ഭയങ്കര ഇതാണ്. ഇവിടെ കണ്ട വിൻഡോസ് അല്ല മോർ കണ്ട മോറിലില്ലല്ലോ ഗൈസ്. മോറില്ല വിൻഡോസ് അല്ല വ്യൂ അല്ല. നമുക്ക് എല്ലാം ഒന്ന്
അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇതാ ഇവിടെ കണ്ട, ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഡൗൺലോഡിൻ്റെ ചിഹ്നം കാണും. ഇവിടെ ഞെക്കി ഇൻസ്റ്റാൾ ഇതൊന്ന് ഞെക്കിയാൽ ഓക്കെ ജസ്റ്റ് അങ്ങനെ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ ഇതൊക്കെ ചെയ്യാം. അതിൻ്റെ കൂടെ പതുക്കെ വരുന്നുണ്ട്. അപ്പം ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലോങ് ആയി പോയെന്ന് തോന്നുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാറ് ടാറ്റ ബൈ ബൈ.